ഹലോ. അപ്പം ഇന്റഗ്രൽസ് നമ്മൾ നോക്കി, അപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ് നോക്കി. അപ്പൊ അവസാന ടൈമിലുള്ള ഒരു എന്തൊക്കെയാണ് ഒരു കുടക്കീയിൽ കൊണ്ടുവരലാണ് നമ്മളെ ഈ ഒരു സംഭവം. നമ്മൾ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 2 ചാപ്റ്റർ നമ്മൾ നോക്കി. ഇനി നമ്മൾ നോക്കാൻ പോകുന്ന അടുത്ത ചാപ്റ്റർ എന്നത് അപ്ലിക്കേഷൻ ഓഫ് ഇന്റഗ്രൽസ് ആണ്. അപ്ലിക്കേഷൻ ഓഫ് ഇന്റഗ്രൽസ് ആണ്. ഇന്റഗ്രൽസ് എന്ന ചാപ്റ്റർ പഠിച്ച ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അപ്ലിക്കേഷൻ ഓഫ് ഇന്റഗ്രൽസ് വളരെ എളുപ്പമാണ്. ബിക്കോസ് ഇന്റഗ്രൽസിലെ ഡെഫിനിറ്റ് ഇന്റഗ്രലിന് തന്നെയാണ് അപ്ലിക്കേഷൻ ഓഫ് ഇന്റഗ്രൽസ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞ സംഭവം. ഇന്റഗ്രൽസിലെ ഡെഫിനിറ്റ് ഇന്റഗ്രലാണ് അപ്ലിക്കേഷൻ ഓഫ് ഇന്റഗ്രൽസിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ അത് തന്നെയാണ് നമ്മൾ ഇവിടെ കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. പക്ഷെങ്കിൽ ഇന്റഗ്രൽസ് എന്ന് വെച്ചാൽ നമുക്ക് എന്താണെന്ന് അറിയാലോ. ഇന്റഗ്രൽസ് എന്ന് വെച്ചാൽ എന്താണ്? അതാ ഒരു റീജിയൻ എടുത്തു കഴിഞ്ഞാൽ, ഒരു സ്പെസിഫൈഡ് റീജിയൻ എടുത്തു കഴിഞ്ഞാൽ ഇതാ ഈ ഒരു ഏരിയ കണ്ടുപിടിക്കലാണ് നമ്മൾ എന്തെങ്കിലും ഇന്റഗ്രൽസ് യൂസ് ചെയ്യുന്നത്. അതാണ് അപ്ലിക്കേഷൻ ഓഫ് ഇന്റഗ്രൽസിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമ്മളെ ഇന്റഗ്രൽസ് എന്താണോ, നമ്മൾ ഇന്റഗ്രൽസിന്റെ ഓരോ പ്രോബ്ലംസും കാര്യം പഠിച്ചു. പക്ഷെ ഇന്റഗ്രൽസ് എന്തിനാണോ നമ്മൾ യൂസ് ചെയ്യുന്നത് അത് നമ്മൾ പഠിക്കാൻ പോകുന്നത് അപ്ലിക്കേഷൻ ഓഫ് ഇന്റഗ്രൽസ് ആണ്. സോ ഇത്ര ഡീപ്പായിട്ട് നമ്മൾ പോകുന്നത് നമുക്ക് എന്താക്കാം, പഠിക്കാൻ എങ്ങനെ എളുപ്പമാക്കാന്ന് വെച്ചാൽ നമുക്ക് സംഭവം നോക്കാം. ഫസ്റ്റ് തന്നെ നമ്മൾ നോക്കേണ്ടത് പരാബോളയുടെ കേസാണ്. പരാബോളയുടെ കേസ് 4 കേസ് വരുന്നുണ്ട്. പരാബോളയ്ക്ക് 4 കേസ് വരുന്നുണ്ട്. 2 നെഗറ്റീവും 2 പോസിറ്റീവും. ഈ പോസിറ്റീവ് വരുന്നത് നിങ്ങൾ ഉറപ്പിച്ച മക്കളെ റൈറ്റ് ആൻഡ് അപ്പാണ്. അതായത് നമ്മളെപ്പോഴും പോസിറ്റീവ് പറയുമ്പോൾ നമുക്ക് ഒന്നെങ്കിൽ മുകളിലോട്ട് പോകണം. ഐ മീൻ പോസിറ്റീവ് ഉള്ള ആളെപ്പോഴും മുകളിലായിരിക്കും. അതുപോലെ തന്നെ അല്ലെങ്കിൽ റൈറ്റ്. ഇതൊക്കെയാണ് നമ്മൾ പോസിറ്റീവ് എന്നുള്ള വൈബിൽ ചിന്തിക്കുന്നത്. ആ ഒരു വൈബിൽ ചിന്തിക്കാൻ. അതേപോലെ ഡൗൺ ലെഫ്റ്റ് ഒക്കെ നമ്മൾ നെഗറ്റീവ് ആയി ചിന്തിക്കുന്നത്. അത് തന്നെയാണ് ഇവിടെയും. ഇപ്പോൾ പോസിറ്റീവ് ആയിരിക്കും എപ്പോൾ എന്തായിരിക്കും, അപ്പർ ആയിരിക്കും, അല്ലെങ്കിൽ റൈറ്റ്. ഇനി എപ്പോൾ റൈറ്റ് നോക്കാം. y² എന്ന് വരികയാണെങ്കിൽ അതെന്തായിരിക്കും, റൈറ്റിലായിരിക്കും. x² എന്ന് വരികയാണെങ്കിൽ അതെന്തായിരിക്കും, അപ്പറിലായിരിക്കും. y² എന്ന് പറയുകയാണെങ്കിൽ റൈറ്റിലായിരിക്കും. x² എന്ന് വരികയാണെങ്കിൽ അതേ അപ്പറിലായിരിക്കും. അതേപോലെ തന്നെ y² എന്ന് പറയുമ്പോൾ നെഗറ്റീവിന്റെ കേസിൽ അതെന്താ ലെഫ്റ്റിലായിരിക്കും. x² കേസിൽ നെഗറ്റീവ് വരുമ്പോൾ അതെന്തായിരിക്കും, ഡൗണിലായിരിക്കും. ആ ഒരു കാര്യം പരാബോളിന്റെ കേസിൽ പിക്ചറൈസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. പിന്നെ രണ്ടാമത് പഠിക്കാനുള്ള മക്കളെ ഏരിയ നിങ്ങൾ കണ്ടുപിടിക്കുമ്പോൾ എപ്പോഴും ഏരിയ എന്തായിരിക്കണം, പോസിറ്റീവ് ആയിരിക്കും. ഏരിയ ഒരിക്കലും നെഗറ്റീവ് ഏരിയ ഉണ്ടാവുമോ? അതെങ്ങനെയാ? ഏരിയ എന്ന് പറഞ്ഞാൽ തന്നെ ഒരു പോസിറ്റീവ് ക്വാണ്ടിറ്റിയാണ്. സോ ഏരിയ എപ്പോഴും പോസിറ്റീവ് ആയിരിക്കണം. ഇനി അഥവാ അവിടെ ഒരു റീജിയൻ കണ്ടോ നിങ്ങൾ, ഈ ഒരു റീജിയന്റെ ഏരിയ നമ്മൾ കണ്ടുപിടിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന നെഗറ്റീവ് വാല്യൂ ആയിരിക്കും. കാരണം എന്താണ്, അത് നെഗറ്റീവിലാണ് അതുള്ളത്. സോ നമ്മളെ ഇന്റഗ്രൽസ് ഉപയോഗിച്ചിട്ട് അത് കാണുന്ന സമയത്ത് നമുക്ക് ആ ഏരിയ കിട്ടാൻ എന്തായിരിക്കും, ഒരു നെഗറ്റീവ് വാല്യൂ ആയിരിക്കും. ഉറപ്പായിട്ട് നെഗറ്റീവ് റീജിയനുള്ള ഒരു നമുക്ക് നെഗറ്റീവ് വാല്യൂ കിട്ടാം. പക്ഷേ പേടിക്കണം മക്കളെ, നിങ്ങളൊന്നും ചെയ്തേണ്ട. എന്താക്കിയാൽ മതി, ആ ഏരിയക്ക് ഒരു മോഡുലസ് കൊടുത്താൽ മതി. വേറെ ഒരു പ്രശ്നവും. ആ ഏരിയക്ക് ഒരു മോഡുലസ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പ്രശ്നം കഴിഞ്ഞ്. മോഡുലസ് ഓഫ് A2 പ്ലസ് മോഡുലസ് ഓഫ് A1 ആയിരിക്കും ഇതിന്റെ ടോട്ടൽ ഏരിയ എന്ന് പറഞ്ഞത്. അപ്പം ഈ ഒരു കാര്യം നിങ്ങൾ എന്താക്കുക, ശ്രദ്ധിക്കുക. എക്സാമിന് ഇങ്ങനെ കുടുക്കിയിട്ടും നിങ്ങൾ ചോദിക്കാറില്ല. ഇനി അഥവാ ചോദിച്ചു കഴിഞ്ഞാലും നെഗറ്റീവ് എന്താ വന്നതെന്ന് വിചാരിച്ചിട്ട് എന്താക്കറേ ബേജാറാന്നൊക്കെ നെഗറ്റീവ് എന്താക്കിയാൽ മതി, മോഡുലസ് ഇട്ടിട്ട് പോസിറ്റീവ് ആക്കിയാൽ മതി. ഇനി അടുത്തതാണ് മക്കളെ ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയുള്ള കാര്യം. കാരണം ബിക്കോസ് സർക്കിളിന്റെ ക്വസ്റ്റ്യൻ എന്തായാലും എക്സാമിന് ചോദിക്കാറുണ്ട്. സർക്കിളിന്റെ കേസിൽ നിങ്ങൾ ആലോചിച്ചതാ, ഈ ഒരു പോർഷനിലാണ് നിങ്ങൾക്ക് എന്ത് വരിക, ഇക്വേഷൻ വരിക x² + y² = a². ആ x² + y² = എക്ക് പകരം എപ്പോഴും 5, 3, 2, 1 ഏത് സംഖ്യ വേണമെങ്കിലും വരാം. ഓർത്തോ മക്കളെ, ആ ഒരു സംഖ്യയിലേക്കാണ് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത്. 0 to ആ ഒരു സംഖ്യയിലേക്കാണ്, ആ ഒരു നമ്പറിലേക്കാണ് നമ്മൾ എന്ത് ചെയ്ത് ഇന്റഗ്രേറ്റ് ചെയ്തത്. 0 to a y dx ഞാൻ എടുക്കാൻ കാരണം ഞാൻ ഇവിടെ ഇതാ ഈ ഒരു സർക്കിളിൻ്റെ ഈ ഒരു വെർട്ടിക്കൽ ടൈമിലാണ് എന്തൊക്കെ എടുത്തത്. ഇനി അതേ ടൈം ഇത് ഇങ്ങനെയാണ് എടുക്കുന്നതെങ്കിലോ, ഇങ്ങനെയാണ് നമ്മൾ എടുക്കുന്നതെങ്കിലോ എനിക്ക് എക്സ് എടുക്കാം. അതായത് dy കിട്ടും. അത് വൈയിലാണ്, ദാറ്റ് ഈസ് y ആക്സിസിലാണ് എന്ത് ചെയ്യുന്നത്, ആ ഒരു റേറ്റ് ഓഫ് ചേഞ്ച് വരുന്നത്. സോ എനിക്ക് എന്തെടുക്കാം, dy എടുക്കാം. സോ എനിക്ക് ഇവിടെ എന്താക്കിയിട്ട് മാറ്റാം, ഈ ഇക്വേഷനാ 0 to a x dy ആക്കിയിട്ട് കിട്ടും. ഐ വെർട്ടിക്കലിലേക്ക് പോകുന്ന ടൈമിൽ അത് ശ്രദ്ധിക്കണേ, ആ ഒരു കാര്യം ശ്രദ്ധിക്കണേ. കാരണം നിങ്ങൾക്ക് ഇക്വേഷന് മാറ്റിയിട്ടും ചെയ്യാം, മറിച്ചിട്ടും ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. പക്ഷെങ്കിൽ സർക്കിളിന്റെ കേസിൽ നിങ്ങൾക്ക് അത്ര എന്താക്കില്ല ഡിഫിക്കൽട്ട് ആയിട്ട് ചെയ്യേണ്ടി വരത്തില്ല. ബിക്കോസ് 0 to a തന്നെയാണ് എങ്ങനെയായാലും ലിമിറ്റ് വരുന്നത്, ലിമിറ്റിന് മാറ്റമില്ല. പിന്നെ നിങ്ങൾ ഈ ഒരു ഇക്വേഷനാ y = എന്നുള്ള ഫോർമാഷനിലേക്ക് മാറ്റിയതാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുക √(a²-x² ആയിരിക്കും. ഇതിന്റെ ഇന്റഗ്രൽസ് നമുക്ക് ഇന്റഗ്രൽസ് എന്നുള്ള ചാപ്റ്ററിൽ പഠിക്കാനുണ്ട്. ഇതിന്റെ ഫോർമുല, ആ ഒരു ഫോർമുല മനപ്പാടം തന്നെ പഠിച്ച മക്കളെ, ഒരിക്കലും മറക്കണ്ട. കാരണം അപ്ലിക്കേഷൻ ഓഫ് ഇന്റഗ്രൽസിൽ നിങ്ങൾ സർക്കിളിന്റെയോ പരാബോളയുടെ കേസ് ക്വസ്റ്റ്യൻ വരുമ്പോൾ ആ ഒരു ഇന്റഗ്രൽസ് കാണണം. ആ ഒരു ഇന്റഗ്രൽസിലെ ഡെഫിനറ്റ് ഇന്റഗ്രലിൽ അപ്ലൈ ചെയ്യണമെങ്കിലാണ് ഉത്തരം കിട്ടുക. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളോട് എപ്പോഴും വിട്ടുപോകുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ നിങ്ങൾ കാണുന്ന ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു പോർഷൻ മാത്രമാണ്.
ഞാൻ ഇവിടെ നീല വെച്ചില്ല, ഇപ്പോൾ ഒരു റെഡ് കൊണ്ട് ഇതാക്കി വെച്ച ഈ ഒരു പോർഷൻ്റെ ഏരിയ മാത്രമാണ്. പക്ഷെങ്കിൽ നമുക്ക് കാണാനുള്ള ഏരിയ വരിക ഒരു സർക്കിളിൻ്റെ ഏരിയ ആണ്. ആ സർക്കിളിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ ബാക്കി ഇതാ 3 പ്ലേസും ഇവിടെ ബാക്കിയുണ്ട്. അപ്പോൾ എന്താക്കണം, നമുക്ക് കിട്ടിയ ഏരിയനെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതൊരിക്കലും വിട്ടു പോകരുത്, 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഇതാണ് സർക്കിളിൻ്റെ കേസിലുള്ളത്. ശ്രദ്ധിക്കേണ്ട കാര്യം x² + y² = a² എന്ന് തരുന്ന ആ എയിലായിരിക്കും നമ്മളെ റേഡിയസ് എന്ന് പറയുന്നത്. അതിലേക്കായിരിക്കും നമ്മൾ എന്താക്കുന്നത് ഇന്റഗ്രേറ്റ് ചെയ്ത്. അതായത് നിങ്ങളൊന്ന് വെച്ചാൽ 0 മുതൽ ഇവിടെയാണ് നമ്മൾ ഒറിജിൻ ആണ് 0, അവിടെ നിന്നും a വരെ, അതായത് a to 0, a0 എന്ന് പറഞ്ഞാൽ എന്താണ്, x ആക്സിൽ a, y ആക്സിൽ 0, അവര് ലൈനെ കാണിക്കുന്നതാണ്. അവിടെ വരെയാണ് നമ്മൾ റേഡിയസ് വരുന്നത്. അപ്പോൾ അവിടെ വരെയാണ് നമ്മൾ എന്താക്കുന്നത് ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. ഇവിടെ നിന്ന് തൊട്ടിട്ട് ഇവിടത്തെ വരെ ഇന്റഗ്രേറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു ഏരിയ നമ്മൾ എന്താക്കുന്നത് കണ്ടുപിടിക്കുന്നത്. ആ ഒരു സംഭവമാണ് പറഞ്ഞത്. പക്ഷെ അത്ര ഡീറ്റെയിൽ ആയി നമ്മൾ ചിന്തിച്ചെന്താ കുഴക്കണ്ട, കാരണം അതിനുള്ള ടൈം നമുക്ക് കിട്ടില്ല. ഇതാണ് നമ്മുടെ സർക്കിൾ കേസിൽ. ഇനി എലിപ്സിന്റെ കേസ്. അപ്പം ഇനി എലിപ്സ് ആണ്. എലിപ്സിന്റെ കേസിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഫോർമാറ്റിലാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരുന്നതെങ്കിൽ, ഈ ഒരു ഫോർമാറ്റിലാണ് വരുന്നതെങ്കിൽ അതെന്തായിരിക്കും, നമ്മുടെ എലിപ്സിന്റെ ക്വസ്റ്റ്യൻ ആയിരിക്കും. എലിപ്സിന്റെ ക്വസ്റ്റ്യൻ ചെയ്യാൻ നമ്മൾ സർക്കിളിൽ ചെയ്ത സെയിം ഫോർമാറ്റ് തന്നെയാണ് വരുന്നത്. വലിയൊരു വ്യത്യാസം വരുന്നത് ചെറിയൊരു കാര്യത്തിൽ മാത്രമാണ്. പക്ഷെങ്കിൽ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം, എലിപ്സ് എന്താണ് 2 തരത്തിലുണ്ട്. ഈ ഒരു തരത്തിലാ ഇവിടെ വേറൊരു എലിപ്സും കൂടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ഒരു എലിപ്സിന്റെ ഇക്വേഷൻ ചെറിയൊരു വ്യത്യാസമുണ്ട്. x² / b² + y² / a² = 1 എന്നാണ് ആ ഒരു എലിപ്സിന്റെ ഇക്വേഷൻ. ആ ഒരു ചേഞ്ച് ഉണ്ട് ആ ഒരു എലിപ്സിന്റെ ഇക്വേഷനിൽ വരുന്നുണ്ട്. ആ കാര്യം നിങ്ങൾ എന്താക്കണം, ഒന്ന് നോട്ട് ചെയ്യണം കേട്ടോ. ആ ഒരു ചേഞ്ച്, ചെറിയൊരു ചേഞ്ച്. പിന്നെ അതിന്റെ ഏരിയ ആണ് നമുക്ക് എന്താക്കുന്നത് പഠിക്കാനുള്ളത്. സോ ഏരിയയിലേക്ക് നമുക്ക് പോകുകയാണെങ്കിൽ ഇന്റഗ്രേഷൻ ഓഫ് 0 to a y dx 4 വേണം. ബിക്കോസ് എന്താണ്, ഈ ഒരു പോർഷൻസ് മാത്രമേ നമുക്ക് എന്താക്കിയുള്ളൂ കിട്ടിയിട്ടുള്ളൂ. ബാക്കി ഈ പോർഷൻസ് ഒക്കെ നമുക്ക് എന്തുണ്ട് പെൻഡിങ്ങിലുണ്ട്. സോ അതെന്താക്കണം 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇന്റഗ്രേഷൻ ഈ ഒരു സംഭവത്തിൽ നമുക്ക് പിന്നെ y dx ആണ്. ഇവിടെ y കിട്ടണം. y = ഇവിടെ വരിക b/a √a² - x² ആണല്ലോ. ഇനി ഇതേ ടൈം ഇത് എക്സിനാണെങ്കിൽ കിട്ടണമെങ്കിലോ x = a/b √b² - y² എന്ന് വരും. അപ്പോൾ അതിൽ നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യുന്ന ടൈമിൽ ഇവിടെ 0 to a പകരം 0 to b വരും. 0 to b ഇവിടെ എന്ത് വരും, a/b × 4 വരും ഏരിയ. ദാറ്റ് ഈസ് എന്താണ് ചെറിയൊരു ചേഞ്ച് വരികയാണ്. ദാറ്റ് ഈസ് √b² - y² dy. അതായത് എവിടെയാണ് ആ ചേഞ്ച് വരുന്നത്, ആ ചേഞ്ച് എവിടെയാണ് വരുന്നത് അത് നോക്കണേ. അതായത് ഈ ഒരു ചേഞ്ച് നമ്മൾ എന്താക്കി dy-ലാണ് കാണുന്നതെങ്കിൽ ഇതാ 0 to b ഇന്റഗ്രേഷൻ ചേഞ്ച് ആകും. 0 to b ഇന്റഗ്രേഷൻ ചേഞ്ച് ആകും. ഇനി നിങ്ങൾ കാണുന്നത് x തന്നെ dx തന്നെയാണെങ്കിൽ നിങ്ങൾ ഒന്നും നോക്കണ്ട, ഏത് യൂസ് ചെയ്തോ, ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്തോ. ഇന്റഗ്രേഷൻ 0 to a² - x² dx 4 × b/a 0 to a √a² - x² dx ഇക്വേഷൻ തന്നെ യൂസ് ചെയ്തോ. ഇതാണ് എലിപ്സിന്റെ കേസിൽ ഏരിയ കാണേണ്ടത്. എലിപ്സിന്റെ കേസ് ചെയ്യുമ്പോഴും എപ്പോഴും നിങ്ങൾ എന്താക്കണ്ട, ഈ താഴെ തരുമോ നിങ്ങൾക്ക് ഫുൾ ആയിട്ടുള്ള സ്ക്വയർ നമ്പർ, ദാറ്റ് ഈസ് 25, 16 ഇതൊക്കെയാണ് തരിക. ആ ഒരു സംഭവം സ്ക്വയറിലേക്ക് മാറിയിട്ട് നിങ്ങൾ ചെയ്യാൻ നോക്കണം. അത് തെറ്റിപ്പോകാൻ പാടില്ല. കാരണം 25 ഒക്കെ തന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് = 5² ആണ്. നമ്മുടെ എ വരിക 5 ആണ്, എയോ ബിയോ. ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ അടുത്താണ് മഹാനി. ഈ മഹാനെ നിങ്ങൾ ഓർത്തോ, ഇവനാണ് നിങ്ങളുടെ ഇന്റഗ്രേഷൻ ആപ്ലിക്കേഷൻ ഓഫ് ഇന്റഗ്രൽസിലെ മോസ്റ്റ്ലി പ്രോബ്ലംസ് മൊത്തം ചെയ്യുന്നത് ഇവനാണ്. ഈ ഒരു ഇന്റഗ്രേഷൻ നിങ്ങൾ പഠിച്ചു വെച്ച മക്കളെ, ഈ ഒരു ഇന്റഗ്രേഷൻ ആണ് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഇന്റഗ്രൽസിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ഈ ഒരു ഇന്റഗ്രേഷൻ ആണ്. ആ ഒരു കാര്യം നിങ്ങൾ ഓർത്ത് വെക്കുക. ഈ ഒരു ഇന്റഗ്രേഷൻ ആണ് ആപ്ലിക്കേഷൻ ഇന്റഗ്രൽസിൽ ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ. ബിക്കോസ് സർക്കിൾ എലിപ്സ് ആണ് മെയിൻ. പിന്നെ വരുന്നത് എന്താണ്, പരാബോളയാണ്. പരാബോളയ്ക്ക് ഡയറക്റ്റ് ഇന്റഗ്രേഷൻ ആണ്, ബേസ് ആണ്. പിന്നെ വരുന്നതാണ് ഇവനാണ്. ഇവനെ നല്ലോണം പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് എന്തായാലും മാർക്ക് കിട്ടും, ഷുവറാ. ഇവനെ ഈ ഒരു ഇന്റഗ്രേഷൻ നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് ഇതിൽ ഡെഫിനറ്റ് ഇന്റഗ്രൽ അപ്ലൈ ചെയ്യാൻ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഇന്റഗ്രൽസ് പിന്നെ എളുപ്പം. പിന്നെ ആ ഒരു ഏരിയ ആൻഡ് ഇക്വേഷൻ കൂടി എന്താക്കിയാൽ മതി, അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. സോ ഇത്രയാണ് നമുക്ക് ആപ്ലിക്കേഷൻ ഇന്റഗ്രൽസ് പഠിക്കാനുള്ളത്. സോ നല്ലോണം പഠിച്ചിട്ട് നല്ല മാർക്ക് നേടാം എല്ലാവരും. ഓക്കെ.